അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഫുഡ് റിവ്യൂ വീഡിയോ ആണ്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റിൽ പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെയുണ്ടെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. അപ്പം ഞങ്ങളിപ്പം റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയായത്. ഇത് നമ്മുടെ ഷാർജയിൽ നിന്ന് ദുബൈയിലോട്ടുള്ള വഴിയാണ്. അപ്പം നമ്മൾക്ക് സൈഡിൽ നല്ല ഇപ്പോൾ ഒരു 7 മണി ആകാറായി. അപ്പോൾ അതിൻ്റെ ഒരു ഇരുട്ടും അതുകൊണ്ട് ലൈറ്റ് എല്ലായിടത്തും നല്ല തെളിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷെ ദുബൈയിലോട്ട് പോകുന്നതുകൊണ്ട് ട്രാഫിക്കൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ സ്മൂത്തായിട്ട് പോവുകയാണ്. ഇനി ഞങ്ങൾക്ക് കുറച്ച് നാളായിട്ട് ഞങ്ങളിങ്ങനെ വിചാരിക്കുക ഒരു ബൊഫെ കഴിക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞങ്ങൾ ആ ബുഫേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്. കണ്ടോ, ഈ ബിൽഡിങ് നല്ല സൂപ്പറല്ലേ. പിന്നെ നമ്മുടെ വഴിയിൽ ആൾക്കാരെല്ലാം ഇങ്ങനെ പോകുന്നു. നമ്മുടെ സാമൂഹ്യകൂട്ടൻ അതിൻ്റെ ഇടയിൽപ്പുണ്ട്. അത് ഹസ്ബൻഡാണ്. ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്താണെന്നൊന്നും ഓർക്കുന്നില്ല. നിങ്ങൾ ഈ മുന്നിൽ കാണുന്നത് നമ്മുടെ പെഡസ്ട്രിയൻ ക്രോസ് ആണ്. ഇത് നമ്മുടെ ഒരെൻ്റെ അതിൻ്റെ ഷാർജയിലും ഒരെൻ്റെ ദുബൈയിലോട്ടും. അപ്പം നടന്ന് അപ്പുറത്തോട്ട് ഇറങ്ങേണ്ടവർക്ക് അങ്ങനെ ഇറങ്ങാം. പക്ഷേ അതൊരു യമണ്ടൻ ക്രോസാണ്. കാരണം അത് നടന്ന് നമ്മുടെ ഉപ്പാടിളക്കും. ഭയങ്കര നീളം അതിന്. പിന്നെ നമ്മൾ കാണുന്ന അടുത്ത നമ്മുടെ നീണ്ടു കിടക്കുന്ന എത്തിയില്ല ആ ബിൽഡിങ് നമ്മുടെ സഹാറ സെൻറ്ററാണ്. സഹാറ സെൻറ്റർ എന്ന് വെച്ചാൽ ദണ്ടാ കാണുന്നുണ്ട് ബോർഡ് സഹാറ. അതൊരു ഷോപ്പിംഗ് മോളാണ്. അത് നമ്മുടെ ദുബൈ ഷാർജ ബോർഡറിലാണ്. ഷാർജയിലുള്ളതാണ്. ദുബൈ ഷാർജ ബോർഡറിലുള്ള സഹാറ സെൻറ്ററാണ്. അതിനും നല്ല നീളമുള്ള ഒരു ഷോപ്പിംഗ് മോളാണ്. അതും എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ തിങ്സും കിട്ടുന്നിടമാണ്. ഹൈഫൈ ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് മോളാണ് സഹാറ സെൻറ്റർ. ഇത് നമ്മുടെ വഴിയിലുള്ള ബിരിയാണീസ് ആണ്. 45 വെറൈറ്റീസ്. അങ്ങനെ നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലെത്തി. ഇതാണ് നമ്മുടെ സ്വാഗത് റെസ്റ്റോറൻറ്റ്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആംബിയൻസ് ഒക്കെയാണ്. ഉള്ളിൽ നല്ല അടിപൊളിയാണ്. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ പതുക്കെ ആൾക്കാർ വരാൻ തുടങ്ങി. ഞങ്ങൾ റിസർവ് ചെയ്തിട്ടാണ് ചെന്നത്. ഇപ്പോൾ വിളിച്ച് നമ്മൾ റിസർവ് ചെയ്യണം. അപ്പം നമുക്ക് അവരിപ്പോൾ ബിസി അല്ലെങ്കിൽ അവർ നമ്മൾ ഓക്കെ ആണെങ്കിൽ അവർ പറയും. അപ്പം ഞങ്ങൾ പതുക്കെ ഫുഡിലോട്ട് കടന്നു. അപ്പോൾ ആദ്യം ഉള്ളതെല്ലാം നമ്മുടെ സ്വീറ്റ് സെക്ഷനാണ്, ഡെസേർട്ട് സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് സാലഡ് ബാർ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഡിഷസ് ചിക്കൻ ബിരിയാണി, കപ്പ, മീൻ, റൈസ് കറി എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് പതുക്കെ ഓരോന്നോരോന്നായിട്ട് ഫുഡും എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ ആദ്യം ചിക്കൻ ബിരിയാണി, ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. അപ്പോൾ സാലഡൊക്കെ ടേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, പിന്നെ ഗ്രിൽ ചിക്കനും സാമുവലിൻ്റെ ആ കയ്യിലിരിക്കുന്ന കോലെ കുത്തിയ ചിക്കൻ എന്നും പറഞ്ഞൊരു ഐറ്റമാണ്. എല്ലാം നല്ല സോഫ്റ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നില്ല, ഒരു കുറ്റവും പറയാനില്ല. നല്ല ഗ്രില്ലൊക്കെ എല്ലാം നല്ല സോഫ്റ്റായിരുന്നു. ആ ഇരിക്കുന്നത് പ്രോൺസ് ആണ്. അപ്പോൾ പ്രോൺസും ചിക്കനും ഒക്കെ സെപ്പറേറ്റ് അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് പറഞ്ഞാൽ അവർ ലൈവായിട്ട് നമുക്ക് എല്ലാം ഗ്രില്ല് ചെയ്ത് നമ്മുടെ ടേബിളിൽ കൊണ്ട് വെച്ച് തരും. അപ്പം നമ്മൾ ഇതെല്ലാം ബുദ്ധിമുട്ട് റിസർവ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലേവറായിരുന്നു. മീൻസ് നല്ല നമുക്ക് ഇഷ്ടപ്പെടും. ഒത്തിരി മസാലയൊന്നും ഒത്തിരി കൂടുതലും ഇല്ല, കുറവുമില്ല. നല്ല ഒരു നോർമലായിട്ടുള്ള നല്ല ഫ്ലേവറുള്ള ബിരിയാണി. ചിക്കൻ പീസൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് ഗ്രിൽ ഫിഷാണ്. നമ്മൾ പറഞ്ഞാൽ മതി, ഒരു ഫിഷും അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്ത് തരും. ഞങ്ങൾ ഒരെണ്ണം പറഞ്ഞാൽ അവർ 2 എണ്ണം കൊണ്ട് തന്നു. അത് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ വേണ്ട സ്വീറ്റ് സെക്ഷനിലോട്ട് കടന്നു. അവിടെ നിന്ന് കേക്ക്സ്, ഗുലാബ് ജാമ്, അങ്ങനെ എന്തൊക്കെയോ എടുത്തു. എല്ലാം നല്ലതായിരുന്നു. റെഡ് വെൽവെറ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ നല്ലതായിരുന്നു. കണ്ടോ ഞങ്ങളുടെ ആ സ്വീറ്റിൻ്റെ പാത്രം കണ്ടോ നിറഞ്ഞ് തുളുമ്പിയിരിക്കുക. ഗുലാബ് ജാമൊക്കെ നല്ല മോയിസ്റ്റ് ആയിരുന്നു. നല്ല പാനിയൊക്കെ നല്ല കറക്റ്റ് മധുരമായിരുന്നു. ഇത് സ്വാഗതിൻ്റെ ആ ആംബിയൻസ് ആണ് അകത്തെ. ഞങ്ങളതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോയും കൂടിയൊക്കെ ഒന്ന് എടുത്തതാണ്. നല്ല ഒരു ആംബിയൻസാണ്. നല്ല ശാന്തമായിട്ടുള്ളത്. വലിയ തിക്കും തിരക്കും ബഹളവും ഒന്നുമില്ല. അതൊരു ഹോട്ടലിൻ്റെ ഉള്ളിലാണ്. അപ്പം ഇതാണ് പുറത്തെ ഇത് ആ റോഡിൻ്റെ മുറാക്കാബാദ് സ്ട്രീറ്റിലാണ് ഇതുള്ളത്. നമുക്ക് വാലൈ പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ വണ്ടിയും കൊണ്ട് ചെന്നാൽ അവരത് കൊണ്ട് പാർക്ക് ചെയ്തോളും. ഇത് മെട്രോ അതിൻ്റെ കൂടെ ഫ്രണ്ടിൽ കൂടെ തന്നെ മെട്രോ സ്റ്റേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നല്ല ഒരു ഇതാണ്. എല്ലാം പോകണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. നല്ല കസ്റ്റമർ സർവീസൊക്കെയാണ്. ഇത് ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തത്. അപ്പം എല്ലാം രാത്രിയായി.
8:30 കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവരും തിരിച്ചു പോകാനുള്ള ഒരു വഴിയിൽ ആ ഒരു ട്രാഫിക്കും ബഹളവും ഒക്കെ എല്ലാവർക്കും കാണാം. ഞാനിവിടെ തന്നെയുണ്ട്. സൂം ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര വലുതായിട്ടിരിക്കും. ചെറുതായിട്ട് എടുക്കുക, എന്തിനാ വലുതാക്കുന്നത്? സൂം മാറ്റാൻ മതി. സൂം മാറ്റി ഇരുട്ട. സോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുൾ റിവ്യൂവും പറഞ്ഞു. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സമനുട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബെല്ലൊക്കെ ഞെക്കണേ. അപ്പൊ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും. ഓക്കെ, താങ്ക് യു, ബൈ. Bye. Thank you for watching.